പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ തഫ്സീർ ചെയ്ത് അവസാനിപ്പിക്കുക സാധ്യമല്ല. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അത്തു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിനെയും അതിൻ്റെ വ്യാഖ്യാനങ്ങളെയും വളരെ ലാഘവത്തോടെ കണ്ട് ആരും ഞാൻ ഖുർആൻ വായിച്ചു, ഖുർആൻ പഠിച്ചു എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന രംഗം പലതരത്തിലുമുള്ളത് നമുക്ക് അറിയാം. എന്നാൽ പരിശുദ്ധ ഖുർആൻ തന്നെ അതിൻ്റെ ആശയവിശാലതയെ പരിചയപ്പെടുത്തി. ഈ പ്രപഞ്ചലോകത്തുള്ള മുഴുവൻ ജലവും മഷിയാക്കി മാറ്റി അതിൻ്റെ 7 മടങ്ങ് മഷി ഉൽപ്പാദിപ്പിച്ചു. പ്രപഞ്ചലോകത്തെ മുഴുവൻ വൃക്ഷങ്ങളും ചെത്തിക്കൂർപ്പിച്ച് അതുകൊണ്ടെല്ലാം പേനകൾ നിർമ്മിച്ചു. ഈ പേനകൾ ഉപയോഗിച്ച് ആ മഷി കുത്തി എഴുതാൻ ശ്രമം നടത്തിയാൽ അല്ലാഹു തആലയുടെ വചനങ്ങളുടെ ആശയങ്ങൾ അവസാനിപ്പിക്കുക സാധ്യമല്ല എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചു. അത് ബോധ്യപ്പെട്ടവരാണ് മഹാരഥന്മാർ. എന്നാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ മനസ്സിലാക്കാൻ അല്ലാഹുവിൻ്റെ ഹബീബായ ഖാതിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് കഴിയുക. മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസം ശരിപ്പെടുത്താനും കർമ്മങ്ങളും സ്വഭാവങ്ങളും ശരിപ്പെടുത്താനും ജീവിതം ചിട്ടപ്പെടുത്താനുമൊക്കെ ആവശ്യമായ അളവ് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്. ഖുർആനിന് ഒരുപാട് പേരുകളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ദിക്ർ എന്ന പേര് വളരെ വിശാലമായ അതിസൂക്ഷ്മമായ ആശയങ്ങളെ സൂചിപ്പിക്കുന്ന പേരാണ്. അതിനെ അവതരിപ്പിക്കാൻ 1,24,000 അമ്പിയാക്കളിൽ 313 മുർസലുകളിൽ അങ്ങേ തന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യമായത് വിവരിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കൂ എന്ന് സൂചിപ്പിക്കും വിധം അല്ലാഹു തആല പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഏത് ജ്ഞാനശാഖകളും ഏത് ഫന്നുകളും പരിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ഖുർആൻ കൊണ്ട് തന്നെ ഞാൻ മറുപടി പറയാമെന്ന് നമ്മുടെ ഇമാം ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയും ഖുർആനിൽ ഇല്ല എന്ന് അന്നത്തെ വലിയ വലിയ ഉലമായിൽ പലരും മനസ്സിലാക്കിയ കാര്യങ്ങൾ
തന്നെ എടുത്ത് പൊക്കി ചോദിച്ചപ്പോൾ അതിന് മുഴുവൻ പരിശുദ്ധ ഖുർആനിലൂടെ മറുപടി നൽകാൻ സാധിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഇമാം. അപ്പോൾ ഖുർആനിൻ്റെ തഫ്സീറിൽ ഒന്നാമത്തേത് ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ തഫ്സീർ ചെയ്യുക എന്ന രീതിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അയിമ്മത്തും ഒക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് ഹദീസ് കൊണ്ട് തഫ്സീർ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ലാ തദഉ മഅല്ലാഹി അഹദ ഓതിയിട്ട് അള്ളാഹുവിനോടൊപ്പം വേറെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് അർത്ഥം ഉണ്ടാക്കി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അറബി ഭാഷ അറിയുന്ന ഒരാൾ അങ്ങനെ അർത്ഥം പറയില്ല. ഖുർആൻ അറിയുന്നയാളും പറയില്ല. ആരാണ് ഈ അഹദ്? മറ്റായത്തിൽ ലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാ തദ്ഉ മഅല്ലാഹി അഹദൻ എന്ന അഹദ് ഇലാഹാണ്. അത് ഇലാഹാണെന്ന് മഅല്ലാ എന്ന പ്രയോഗം കൊണ്ട് തന്നെ ബോധ്യപ്പെടും. കാരണം മഅയുടെ നേരെ അർത്ഥം ഇജ്തിമാഇന്റെ സമാൻ അല്ലെങ്കിൽ മക്കാൻ, ഒരുമിച്ച് കൂടുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം എന്നതാണ്. അല്ലാഹു തആലയെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് വേറെ ഒരാളെ വിളിക്കരുത്, സമയമോ സ്ഥലമോ മാറ്റിയാൽ മറ്റൊരാളെ വിളിക്കാം എന്നവർ അർത്ഥം പറയേണ്ടി വരും. ആകയാൽ അവിടെയുള്ള മഅയ്യത്ത് ഉലൂഹിയ ആണ്. ഇലാഹാവുക എന്ന കാര്യത്തിൽ അല്ലാഹുവുമായി ഒരുമിച്ച് ചേർന്ന് ഒരാളെയും വിളിക്കരുതെന്ന് അർത്ഥം വെച്ചാൽ, ഒന്നാമത് അയിമ്മത്ത് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് ലാ തഅബുദ് എന്നാണ്. ഇനി ഇവർ പറഞ്ഞ പോലെ കേവലം ഡിക്ഷണറി നോക്കി വിളിക്കരുതെന്ന് അർത്ഥം വെച്ചാൽ തന്നെയും മഅല്ലാഹി എന്നിടത്ത് എന്ത് ചെയ്യും? അപ്പോൾ ആ മഅല്ലാഹി എന്ന് പറയുന്നത് മജാസിയായ മഅയ്യത്താണ് എന്നറിയിക്കാനാണ് അല്ലാഹു തആല മറ്റായത്തിൽ ഇലാഹൻ ആഖർ എന്ന് പറഞ്ഞത്. ഇങ്ങനെ അയിമ്മത്ത് അവർക്ക് തൻ്റെ ഇടമുള്ളത് കൊണ്ട് ഖുർആനിനെ തഫ്സീർ ചെയ്യാൻ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ശൈലിയായ ഖുർആനിനെ ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യുക എന്നതാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആ തഫ്സീർ ചെയ്യാൻ ഏൽപ്പിച്ചത്. തങ്ങളുടെ തഫ്സീർ ഖുർആനിലൂടെ തന്നെയാവാം. ഖുർആനിൽ നേർക്ക് നേരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹദീസിലൂടെയും ആവാം. അവരിൽ നിന്ന് സാഹചര്യങ്ങളും ഖുർആനിൻ്റെ ആയത്തുകളുടെ അവതരണത്തിൻ്റെ പശ്ചാത്തലവുമൊക്കെ മനസ്സിലാക്കിയ സ്വഹാബിമാർ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച് ആ വെളിച്ചം ലഭിച്ചതുകൊണ്ടും അനുഭവം കൊണ്ടും സാഹചര്യ തെളിവുകളെ കൊണ്ടുമൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ ശരിയായ ആശയം മനസ്സിലാക്കാൻ കഴിയും.
ഇവരിൽ നിന്ന് മുത്തസിലായ സനദോടുകൂടെ ഇടമുറിയാതെ കൃത്യമായ വ്യക്തമായ പരമ്പരയോടുകൂടെയാണ് ഇമാമുകളിലേക്കും മുഫസ്സിറുകളിലേക്കുമൊക്കെ തഫ്സീർ എത്തുന്നത്. നേരത്തെ ഇവിടെ ആമുഖ ഭാഷണത്തിൽ വളരെ ഹ്രസ്വമായി അതിൻ്റെ വിശാലത സൂചിപ്പിച്ചു. നല്ല സന്തോഷമായി ആ സംസാരം. അപ്പോ അങ്ങനെയുള്ള തഫ്സീറിന് റിവായ ദിറായ രണ്ട് ശൈലികൾ അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി സനദ് പറഞ്ഞ് ഇന്നയാൾക്ക് ഇന്നയാള് അയാൾക്ക് ഇന്നയാള് ഈ ആയത്തിൻ്റെ തഫ്സീർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന ആ ശൈലിയോടുകൂടെ പറയുന്ന തഫ്സീറാണ് തഫ്സീറുൽ റിവായ. ഞങ്ങൾക്ക് ജലാലൈനി ഓതിത്തരുമ്പോൾ ശൈഖുന റഈസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, വേറെയും പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. അവർ മർഹൂം അഹഖുൽ മുഹഖിഖീൻ കൈപ്പറ്റ ഉസ്താദ്, കൈപ്പറ്റ വീരാൻകുട്ടി മൗലവി പാപ്പ, അവരിൽ നിന്നാണ് റഈസുൽ ഉലമ തഫ്സീറുൽ ജലാലൈനി ഓതിയത്. ജലാലൈനി മനസ്സിലാകാൻ മറ്റ് തഫ്സീറുകൾ നോക്കണം, മുതഅല്ലിമീങ്ങളൊക്കെ നോക്കണം. ഇനി ഏറ്റവും അസ്ലായി അടിസ്ഥാനപരമായി നോക്കേണ്ടത് കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞത് പ്രധാനമായി 4 തഫ്സീറുകളാണ്. ഒന്ന് തഫ്സീറു ത്വബരി, പേരൊക്കെ എല്ലാവർക്കും കിട്ടും. മറ്റൊന്ന് തഫ്സീറു ദുർറുൽ മൻസൂർ ഇമാം സുയൂത്തിയുടെ. വേറെ ഒന്ന് ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ. മറ്റൊന്ന് തഫ്സീറുൽ ബൈളാവി. ഇത് 4 ജലാലൈനി തിരിയാൻ പ്രധാനമായി അവലംബിക്കേണ്ട കിതാബുകളാണെന്ന് രാവിനെ പകലാക്കി അധ്വാനിച്ച കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞതായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേവലം എളുപ്പത്തിന് അല്ലെങ്കിൽ ഓതി തീർക്കാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് തീർക്കുക പ്രായോഗികമായ തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈനി. ജലാലിനെ കുറിച്ച് വേറൊരു ക്ലാസ് എടുത്തതുകൊണ്ട് ഇപ്പം അതിലേക്ക് കടക്കുന്നില്ല. ആ തഫ്സീറുൽ ജലാലൈനിക്ക് അതിൽ പ്രധാനമായി റിവായത്തിനെ അവലംബിച്ചിട്ടുണ്ട്. പക്ഷേ സനദ് പറയുന്ന ശൈലിയല്ല, വളരെ ഹ്രസ്വമായി വായിച്ചു തീർക്കാൻ എന്ന മട്ടിൽ ഉണ്ടാക്കിയതായതുകൊണ്ട് ആ രചനയിൽ ഒരു വിശദീകരണം ഉണ്ടാവില്ല. ഖുർആനിൻ്റെ ഒരു കലിമത്തിന് ചെറിയൊരു കലിമത്ത് പറയും, അതിലൂടെ ഒരുപാട് ആശയങ്ങളെ സൂചിപ്പിക്കും. ചിലപ്പോൾ ഇസ്രായേലിയാത്ത് എന്ന് പറയപ്പെടുന്നവയും അതിൽ പറയും. അവിടെ 2 റൂട്ടാണ് ഉസ്താദുമാർക്കുള്ളത്. ഇസ്രായേലിയാത്തായി അറിയപ്പെടുന്നത് എന്തിനു പറയണമെന്ന് ചോദിച്ചാൽ ഓതുന്ന കിതാബിലാണത് പറയേണ്ടത്. എങ്കിലേ അതും അതിൻ്റെ മറുവശവും അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ റദ്ദെങ്ങനെ എന്നും തൗവീൽ ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ തൗവീൽ എങ്ങനെ എന്നുമൊക്കെ മനസ്സിലാവുക. ജലാലൈനി അവർ
തഫ്സീർ മങ്കൂലാണ്, നഖറിലൂടെ റിവായത്തിലൂടെ ലഭിക്കുന്നതാണ്. ഇവിടെ ഇന്നയും റിവായത്തുകൾ ലഭിച്ചിട്ടുണ്ട്. റിവായത്തുകൾ ആർക്ക് ലഭിച്ചാലും അവർ സനദ് പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സനദ് വായനക്കാരും പഠിതാക്കളും പരിശോധിക്കണം എന്ന മട്ടിൽ അപ്പറഞ്ഞതിൻ്റെ മുഴുവൻ സനദ് കൃത്യമായി ഓരോന്നിനും സനദോടുകൂടെ പറയുന്ന ശൈലിയാണ് ഇമാം തൊബരിക്കുള്ളത്. വളരെ പ്രധാനപ്പെട്ട തഫ്സീറായി അയിമത്തൊക്കെ ഇമാം നബവി തങ്ങളും അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഇമാം ഇബ്നു ഖുസൈമ തങ്ങളും ഒക്കെ തഫ്സീറു തൊബരിയെ നന്നായി വാഴ്ത്തിയിട്ടുണ്ട്. ഇമാം നബവി തങ്ങൾ അജ്മഅത്തിൽ ഉമ്മത്തു അലാ അന്നഹു ലം യുസന്നഫ് മിസ്ലു തഫ്സീരി തൊബരി എന്ന് പറഞ്ഞത് കാണാം. അജ്മഅത്തിൽ ഉമ്മത്തു അലാ അന്നഹു ലം യുസന്നഫ് മിസ്ലു തഫ്സീരി തൊബരി. ഇമാം തൊബരിയുടെ തഫ്സീറിനോളം നല്ല ഒരു തഫ്സീർ രചിക്കപ്പെട്ടിട്ടില്ല എന്ന് മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ചിട്ടുണ്ട് എന്ന് ഇമാം നബവി തങ്ങൾ പറഞ്ഞതായി കാണാം. തഫ്സീർ പഠിക്കാൻ ഒരുങ്ങുന്നവർ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ ഒരുങ്ങുന്നവർ ഇമാം സുയൂത്തിയുടെ അൽ ഇത്ഖാൻ വായിച്ചു തീർക്കൽ അനിവാര്യമാണ്. അൽ ഇത്ഖാനിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ഈ ഉദ്ധരണിയും അവിടെ കാണാം. ഇമാം സുയൂത്തി തങ്ങൾ അജല്ലു തഫാസീരി വഅളമുഹ, ഇമാം തൊബരിയുടെ ഈ കിതാബ് ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീറാണെന്നും, കാരണം ഫഇന്നഹു യതഅറളു ലിതൗജീഹിൽ അഖ്വാൽ വതർജീഹി ബഅദിഹാ അലാ ബഅദിൻ വൽഇറാബി വലിസ്തിംബാത്തി ഫഹുവ യഫൂഖു ബിദാലിക അലാ തഫാസീരിൽ അഖ്ദമീൻ എന്ന് പറഞ്ഞത് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് തഫ്സീറു തൊബരി. ഇമാം തൊബരി തങ്ങൾ ആ തഫ്സീറിലൂടെ അവർക്ക് റിവായത്തായി ഓരോ ആയത്തിൻ്റെയും കെരിമത്തിൻ്റെയും തഫ്സീറുകളിൽ സനദോടുകൂടെ ലഭിച്ചത് വിവരിച്ചിട്ടുണ്ട്. ഖൗലുകൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മുജമലായ അർത്ഥം, ഷോർട്ടായ അർത്ഥം വിവരിച്ച് അതിൽ എത്ര ഖൗലുകൾ അവർക്ക് ലഭിച്ചോ ആ ഖൗലുകൾ മുഴുവൻ പറഞ്ഞ് ഓരോ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ മാനകളും അർത്ഥങ്ങളും പറഞ്ഞ ആളുകളുടെ തെളിവുകളും അവരുടെ ന്യായങ്ങളും കൃത്യമായി വിവരിച്ച്, കേവലം വിവരിച്ചു പോകുന്നതിന് പകരം അതിൽ പഠനം നടത്തി ശരിയായി ഏറ്റവും മുൻഗണന നൽകപ്പെടേണ്ടതായി ബോധ്യപ്പെട്ടതിനെ റാജിഹായി ബോധ്യപ്പെടുത്തി. അതാണ് പ്രബലമെന്ന് ന്യായം കൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ശൈലിയാണ് അവർക്ക്. അതിന് ഓരോ ആയത്തിൻ്റെയും തഫ്സീറിൽ കാണാം അൽ ഖൗലു ഫീ തഅ്വീരി ഖൗലിഹി തആല കദാ വകദാ എന്ന് തുടങ്ങി അൽ ഖൗലു ഫീ തഅ്വീരി ഖൗലിഹി തആല എന്ന് പറഞ്ഞ് തഫ്സീറുകളെ അവർ പറയും. തഅ്വീൽ തഫ്സീർ രണ്ടും ഒന്നോ രണ്ടോ എന്ന കാര്യത്തിൽ, രണ്ടാണെങ്കിൽ എന്താണ് വ്യത്യാസം എന്ന കാര്യത്തിലും അയിമ്മത്ത് വലിയ വിശാലമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല.
തഫ്സീർ എന്നത് റിവായത്തിലൂടെ പറയുന്നതാണെന്നും തഅ്വീൽ എന്നത് ദിറായത്തിലൂടെ പറയുന്നതാണെന്നും പറഞ്ഞവരും അതിനെ ബലപ്പെടുത്തിയവരുമുണ്ട്. ദിറായത്ത് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ഓരോ സ്ഥലത്തുമുണ്ടാകും. നാം ഒക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ ഒരൊറ്റ ആയത്തിൽ നിന്ന് നമ്മുടെ ഇമാം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രധാന ശിഷ്യനായിരുന്ന നാലാമത്തെ മദ്ഹബിൻ്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടത്തിൻ്റെ വീട്ടിലേക്ക് ഗുരുവര്യരായ ഇമാം ഷാഫി തങ്ങളെ ക്ഷണിച്ച ദിവസം രാത്രി നേരം പുലരുന്നതിൻ്റെ മുമ്പായി അഹമ്മദ് ഇമാം തങ്ങളുടെ വീട്ടിൽ പുതപ്പിനുള്ളിൽ കിടന്ന് ഒരൊറ്റ ആയത്തിൽ നിന്ന് 40 മസ്അലകൾ കണ്ടെത്തിയതായി ചരിത്രം ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ആയത്തുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പര്യാപ്തമായ രീതിയിലാണ് അള്ളാഹുവിൻ്റെ വാക്യങ്ങളുടെ നള്മ്. അപ്പോൾ അതിലെ പല സാധ്യതകളുണ്ടാകുമ്പോൾ ഗവേഷണപടുക്കളായ ആളുകൾ കൃത്യമായി ഭാഷയും പദങ്ങളും പദങ്ങളുടെ അർത്ഥങ്ങളും അവയുടെ വിവിധങ്ങളായ ഉപയോഗങ്ങളും സാഹചര്യങ്ങളും ശൈലികളും എല്ലാം മനസ്സിലാക്കി ഓരോ വാക്കിൽ നിന്നും നിരവധി ആശയങ്ങളെ കണ്ടെത്താൻ അവർക്ക് അല്ലാഹു തആല നൽകിയ വിവിധ കഴിവുകൾ ഒന്നായി ഉപയോഗിച്ച് കണ്ടെത്തി അതിൽ പ്രധാനപ്പെട്ടതിനെ ബലപ്പെടുത്തി തരുന്ന ഒരു ശൈലിയാണ് തഅ്വീൽ, ദിറായ എന്നൊക്കെ പറയുന്നത് എന്ന് പല അയിമ്മത്തും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തഫ്സീറു ത്വബരി തഫ്സീറുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ജലാലൈനി ഓതുന്ന കാലം തൊട്ടേ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഓരോ കിതാബും, ഇടയ്ക്ക് പറയട്ടെ, തഫ്സീറിൻ്റെ ഓരോ കിതാബും മറ്റ് കിതാബുകൾ ഏത് ഫന്നിൻ്റെ കിതാബുകളാണെങ്കിലും ആ കിതാബിൻ്റെ ഏതെങ്കിലും ഭാഗം മറിക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം അതിൻ്റെ ആമുഖം വായിക്കണം. ആ കിതാബിൻ്റെ മുസന്നിഫ് അദ്ദേഹം അതിൽ സ്വീകരിച്ച ശൈലികളും മൻഹജുകളും റൂട്ടുകളും അദ്ദേഹത്തിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങളുമൊക്കെ തലഭാഗത്ത് മിക്കവാറും വിശദീകരിച്ചിട്ടുണ്ടാകും. ഏത് കിതാബ് വായിക്കുമ്പോഴും ഞാനത് വാപ്പയിൽ നിന്ന് പഠിച്ച ഒരു സത്യമാണ്. അപ്പം എൻ്റെ കയ്യിൽ ഏത് കിതാബ് കിട്ടിയാലും ആര് കിതാബ് കൊടുത്താലും വെറുതെ ആകൂല, വായിക്കും. ആദ്യം തല വായിക്കും. തല വായിച്ചാൽ തന്നെ മൂപ്പർക്ക് നല്ല ഫഹമുള്ളത് കൊണ്ട് ഈ കിതാബിൻ്റെ പോക്കെന്ത്, അതിനുള്ള ആശയം എന്ത് എന്ന് മൊത്തത്തിൽ തലവായിക്കൽ കൊണ്ട് മൂപ്പരാണ് മനസ്സിലാക്കുക. പിന്നെ ബാക്കി വേണമെങ്കിൽ മൂപ്പര് പറയും. അപ്പം ആ പറയുന്ന കാര്യങ്ങൾ തന്നെ അതിലുണ്ടാവുക, മൊത്തം വായിക്കേണ്ടതില്ല. തല വായിക്കുന്നതോടുകൂടെ ആ കിതാബിലെ ആശയങ്ങളും അതിൻ്റെ പോക്കും ശൈലിയും, ഇനി ഏതെങ്കിലും പുതിയ ചിന്താഗതിക്കാരൻ്റെതാണ് കിട്ടിയതെങ്കിൽ അതും ഉൾപ്പെടെയുള്ളത് ഈ ഫസ്റ്റ് വായനയിലൂടെ അവർ മനസ്സിലാക്കിയത് ഞാൻ അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഏത് തഫ്സീറിൻ്റെ കിതാബാണെങ്കിലും അല്ലാത്തവയാണെങ്കിലും ഇവിടെ വിശദമായി പറയാൻ സമയമില്ല.
അതിൻ്റെ ആമുഖം തല വായിക്കണം. തല വായിച്ചിട്ട് ഈ മുസന്നിഫിൻ്റെ ശൈലിയും റൂട്ടും നീക്കുപോക്കും ചിലപ്പോൾ ആ ഫന്നിൻ്റെ ആളുകൾക്ക് മൊത്തമായി ഉള്ള ഒരു ഇസ്തിലാഹ് ഉണ്ടാകും. ചിലപ്പോൾ അതിൻ്റെ പുറമെ ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവിന് മാത്രമുള്ള ചില സാങ്കേതിക പ്രയോഗങ്ങൾ, കോഡുകൾ ഉണ്ടാകും. ചിലപ്പോൾ ആ ഗ്രന്ഥകർത്താവിന് തന്നെ ഈ ഗ്രന്ഥത്തിൽ മാത്രം പ്രത്യേകമായി താൻ സ്വീകരിച്ച ഒരു റൂട്ടും സാങ്കേതിക പ്രയോഗങ്ങളും ശൈലികളും ഉണ്ടാകും. അത് മനസ്സിലാക്കിയതിന് ശേഷം കിതാബ് വായിച്ചെങ്കിലേ അത് വേണ്ട പോലെ തിരിയൂ. അത് മനസ്സിലാക്കിയിട്ട് കിതാബിൻ്റെ ഏത് വാള്യങ്ങളും ഏത് ഭാഗങ്ങളും വായിക്കാം. ചില മുഫസ്സിറുകൾ ഖുർആനിൽ പല ആവശ്യങ്ങൾക്കായി ഒരേ പദം ആവർത്തിച്ചു വന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ഒരായത്തിനോട് തുല്യമാണെന്ന് മനസ്സിലാക്കപ്പെടുന്നത് ആവർത്തിച്ചതുണ്ട്. വലിയ വലിയ ഹിക്മത്തുകൾ അതിലുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് ചിലപ്പോ ഒരിടത്ത് ഒരർത്ഥം പറയും മുഫസ്സിറുകൾ, വേറെ ചില സ്ഥലത്ത് വേറെ അർത്ഥം പറയും. രണ്ടും വൈരുദ്ധ്യങ്ങളല്ല. ചിലപ്പോ ഒന്നാമത്തെ ഇടത്ത് പറഞ്ഞതുകൊണ്ട് മതിയാക്കും. ഇമാം അബൂ ഹയ്യാൻ തങ്ങളുടെ ബഹറുൽ മുഹീത്ത് അതിൻ്റെ തലഭാഗം വായിച്ച അവരുടെ ശൈലി അങ്ങനെയാണ്. ഒരു കലിമത്ത് ഒരിടത്ത് വന്നാൽ ആ ഫസ്റ്റ് വരുന്നിടത്ത് അതിനെക്കുറിച്ച് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറയും. പിന്നെ നേരത്തെ പറഞ്ഞതിനെ അവലംബിക്കും. അങ്ങനെ ശൈലി. ചിലർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ പറയും. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഇങ്ങനെ മുഫസ്സിറുകളുടെ ശൈലികൾ മനസ്സിലാക്കണം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ റഅ്യ് കൊണ്ട് തഫ്സീറിനെ നന്നായി ആക്ഷേപിച്ചിട്ടുണ്ട് ഇമാം ത്വബരി തങ്ങൾ. അവർ ഈ റിവായത്തിനെ തന്നെയാണ് അവലംബിക്കുന്നത്. നേരത്തെ അതിൻ്റെ ഹദീസ് ഇവിടെ ഓതി കേൾപ്പിക്കുകയുണ്ടായി. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ ഇന്നമാ ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ എന്ന് പറഞ്ഞ് അവസാനം വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ പറയുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നഖൽ കൊണ്ടല്ലാതെ കിട്ടിയാൽ അതാണ് അർത്ഥം എന്ന് എല്ലാവർക്കും പറയാൻ പറ്റൂല. ഇജ്തിഹാദിന് കഴിവുള്ള ആളുകൾക്ക് അവർക്ക് അല്ലാഹു തആല കൊടുത്ത കഴിവ് ഈ വിധം ഉപയോഗിക്കാനായതുകൊണ്ട് ആ ഉപയോഗപ്പെടുത്തലും കഴിവനുസരിച്ച് കണ്ടെടുത്തലും അവരുടെ ബാധ്യതയാണ്. അവരത് നടത്തും. നമുക്ക് തോന്നിയ പോലെ ഒരു പദത്തിന് ഡിക്ഷണറിയിൽ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് എന്ന് വെച്ച് തോന്നിയത് പറയാൻ പറ്റില്ല. എന്നിട്ട് ഇമാം ത്വബരി തങ്ങൾ പറഞ്ഞത് കാണാം. ഓൻ പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് സങ്കല്പിക്കാം. അവൻ അത് അറിഞ്ഞതുകൊണ്ട് പറഞ്ഞതല്ല, പറഞ്ഞപ്പോ ഒത്തു. എന്നാൽ ഈ ഒത്തെങ്കിൽ പോലും ചെയ്തത് മഹാ തെറ്റാണ്. അത് മതിപ്പ് കാണുമ്പോൾ, മതിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഒത്തെന്ന് വന്നേക്കാം. മൃഗത്തെ പോത്തിന് വാങ്ങുമ്പോൾ ഇത്ര കിലോ മാംസമുണ്ട് എന്ന് അത് പരിചയമുള്ളവർ പറഞ്ഞാൽ ചിലപ്പോൾ ഒക്കും, ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. ഒക്കുന്നത് ഒരു യാദർശികമാണ്. പറയുന്നവർ തന്നെ കറക്റ്റായല്ല പറയുന്നത് എന്ന് അവർക്ക് തന്നെ ബോധമുണ്ട്. അപ്പോ ഈ വിധത്തിൽ ഒത്തുവന്നെങ്കിൽ തന്നെ പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് ഇമാം ത്വബരി തങ്ങൾ അതിനെക്കുറിച്ച് നന്നായി പറഞ്ഞിട്ടുണ്ട്. ത്വബരിയിൽ ഒരുപാട് ഫന്നുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഖുർആനിന് നന്നായി നഹ്വ്
മനസ്സിലാക്കിയിരിക്കണം. ചിലയിടത്ത് തൊബരി കൂഫക്കാരുടെ റൂട്ടിലൂടെ ഖുർആനിന്റെ ഇറാബ് ബയാൻ ചെയ്യാറുണ്ട്. വേറെ ചിലയിടത്ത് ബസറക്കാരുടെ റൂട്ടിലൂടെ ബയാൻ ചെയ്യാറുണ്ട്. അതിനെല്ലാം കാരണങ്ങളുണ്ട്. എന്നാൽ ഖദരിയത്ത് മുഅ്തസിലത്ത് പോലുള്ള അവാന്തര വിഭാഗങ്ങളെ ഗണ്ണിച്ച് വിശ്വാസകാര്യങ്ങളിൽ അത്തരത്തിലുള്ള ആയത്തുകളെ ബയാൻ ചെയ്യുമ്പോൾ ആ രീതിയിലും തൊബരി ചർച്ച നടത്താറുണ്ട്. നാസിഖിനെയും മൻസൂഖിനെയും മറ്റുമൊക്കെ. വലിയ ചരിത്രകാരനാണ് ഇമാം തൊബരി തങ്ങൾ. അവരുടെ താരീഖു തൊബരി ലോകപ്രശസ്തമാണ്. അതനുസരിച്ച് കൃത്യമായ ഖുർആനിന്റെ സൂചിപ്പിക്കുന്ന ചരിത്ര സംഭവങ്ങൾ അതും കൃത്യമായി സനദ് സഹിതം തൊബരി പറയാറുണ്ട്. അതുപോലെ നാം പറഞ്ഞ ദുറുൽ മൻസൂർ ജലാലൈനിയിൽ വിവിധ കൗലുകൾ ചിലടത്ത് പറയും, ചിലടത്ത് ഒന്നേ പറയും. ആ പറഞ്ഞത് സനദ് സഹിതം ദുറുൽ മൻസൂറിൽ ഉണ്ടാകും. അത് വായിക്കാൻ നമ്മൾ തയ്യാറാവണം. ചിലപ്പോ ജലാലൈനിയിൽ പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഒന്നിന് ആകെ ഒരു സനദോടുകൂടെ ദുറുൽ മൻസൂർ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. വേറെ ഒന്ന് 6 സനദോടുകൂടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതാണ് ജലാലൈനി ബലപ്പെടുത്തിയത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ദുറുൽ മൻസൂർ വായിക്കണം. ഉദാഹരണം പറഞ്ഞതാണ്. ലമ്മാ നുസിയ മുൽക്കുഹു എന്ന് പറഞ്ഞ ഒരു സംഭവം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം ഉണ്ടല്ലോ. അവിടെ അൽഖൈന അലാ കുർസിഹി എന്ന് പറഞ്ഞ സംഭവം വിശദീകരിക്കാൻ സമയമില്ല. ദുറുൽ മൻസൂർ നോക്കിയാൽ അത് കാണാൻ കഴിയും. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മോതിരം ആരും തട്ടിക്കൊണ്ടുപോവുകയോ അതിൻ്റെ പേരിൽ ഭരണം നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല. ഉണ്ട് എന്ന് പറയുന്നത് അത് ഇസ്രായേലികൾ പടച്ചുവിട്ടതാണ് എന്ന് തിരിച്ചറിയാൻ അവിടെ ദുറുൽ മൻസൂർ നോക്കിയാൽ മതി. അപ്പൊ ജലാലൈനി പറഞ്ഞതിന്റെ അർത്ഥമെന്ത് എന്ന് മനസ്സിലാക്കാനും ദുറുൽ മൻസൂർ നോക്കിയാൽ മതി. ഇങ്ങനെ ദുറുൽ മൻസൂറിന്റെ മുമ്പ് അവർ തർജുമാനുൽ ഖുർആൻ എന്ന ഒരു ഗ്രന്ഥം രചിച്ചത് അവരതിൻ്റെ കുറിച്ച് പറയുന്നുണ്ട്. സുയൂത്തി ഇമാം വിശാലമായ സനദോടുകൂടെ സനദൊക്കെ കഴിഞ്ഞ് ചുരുക്കി ആണ് ദുറുൽ മൻസൂർ രചിച്ചത്. അത് നമ്മൾ വായിക്കണം. അതുപോലെ തഫ്സീറുൽ ഖുർത്തുബി ചുരുക്കാണ്. ഖുർത്തുബി വളരെ പ്രധാനപ്പെട്ടൊരു തഫ്സീറായി കൈപ്പറ്റ് ഉസ്താദ് പരിചയപ്പെടുത്തിയത് റഈസുൽ ഉലമ അതിൻ്റെ സന്ദർഭത്തിലൊക്കെ പറയാറുണ്ട്. ഖുർആനിൻ്റെ പല ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ടുള്ള ചർച്ചയാണ് തഫ്സീറുൽ ഖുർത്തുബിയിൽ ഉള്ളത്. എല്ലാ ഭാഗങ്ങളും ഇൽമുൽ ബലാഗയും ഫിഖ്ഹും ലുഗത്തും. മാലിക്കി മദ്ഹബുകാരനാണെന്നിരിക്കെ തന്നെ ഷാഫി മദ്ഹബും ഷാഫി ഇമാമിന്റെ ന്യായവും അതിൽ തഫ്സീറുൽ ഖുർത്തുബിയിൽ പറയാറുണ്ട്. ഞങ്ങൾക്ക് ഖുർത്തുബി വായിച്ച് സുബിയുടെ ഖുനൂത്ത് ഖുർആൻ കൊണ്ട് റഈസുൽ ഉലമ സമർത്ഥിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരുപാധികം സ്വലാത്തുൽ വുസ്ത എന്ന് പറയാൻ പറ്റിയത് സുബ്ഹിയാണ് എന്നും സമർത്ഥിച്ചിട്ടുണ്ട്. അസറിനെ കുറിച്ചും സ്വലാത്തുൽ വുസ്ത എന്ന് പറയും, സ്വലാത്തുൽ വുസ്ത തന്നെ. പക്ഷെ നിരുപാധികമായി സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്നത് സുബ്ഹിയാണെന്നതാണ് ഷാഫി ഇമാമിന്റെ മദ്ഹബ്. ഒരുപാട് കിതാബുകൾ പറഞ്ഞപ്പോൾ ഇതിൽ പ്രധാനമായി
ഖുർത്തുബിയെ പറഞ്ഞിട്ടുണ്ട്. ഖുർത്തുബി അവിടെ ഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞിടത്ത് വലാ സ്വലാത്ത മക്തൂബത്തൻ ഫീഹാ ഖുനൂത്തുൻ ഇല്ലാ സുബ്ഹ്, ഹാഫിളൂ അലാ സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അവിടെ ഷാഫി ഇമാം തങ്ങളുടെ ഖൗല് സ്വലാത്തുൽ വുസ്ത സുബ്ഹിയാണ് എന്നാണ്, അസർ സലാത്തുൽ വുസ്തയല്ല എന്നല്ല. അതിന് ഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്നത് തെളിവാണെന്നും ഖുർത്തുബി മാലിക് മദ്ഹബുകാരനായിരിക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും ഖുർത്തുബിയിൽ അതുണ്ട്. അപ്പൊ അവിടെ ഇമാം ഖുർത്തുബി പറഞ്ഞത് ലാ സ്വലാത്ത മക്തൂബത്തൻ ഫീഹാ ഖുനൂത്തുൻ ഇല്ല സുബ്ഹ്, ഖുനൂത്തുള്ള ഫർദ് നിസ്കാരം സുബ്ഹി അല്ലാതെ ഇല്ല. ഹാഫിളൂ അലാ സ്വലാവാതി വസ്സലാത്തിൽ വുസ്താ അംറാണ്, അൽ-അംറു ഹഖീഖത്തൻ ലിൽ വുജൂബ്. സലാത്തുൽ വുസ്തയിൽ ഒരുപാട് ഖൗലുകളുണ്ട്. സുന്നത്തായ പരനിസ്കാരങ്ങളെയും വിത്റിനെയും ദുആയെ കുറിച്ചൊക്കെ സലാത്തുൽ വുസ്തയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. പക്ഷേ ഹാഫിളു എന്നത് അംറായതുകൊണ്ട് ഹഖീഖത്തൻ ലിൽ വുജൂബ്, ഇത് മുഹാഫളത്ത് വാജിബാക്കി. അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞ നിസ്കാരങ്ങളെല്ലാം ഫർളായ നിസ്കാരങ്ങളാകണം. എന്നാൽ വലാ സലാത്ത മക്തൂബത്തൻ ഫീഹാ ഖുനൂത്തുൻ ഇല്ല സുബ്ഹ്, ഖുനൂത്തുള്ള ഫർദ് നിസ്കാരം സുബ്ഹി അല്ലാതെ ഇല്ല. ഖൂമൂ ലില്ലാഹി ഖാനിതീൻ ഒരുപാട് അർത്ഥങ്ങൾ ആ വാക്കിനുണ്ട്, അതെല്ലാം അംഗീകരിക്കുന്നു. ആ അർത്ഥങ്ങളെല്ലാം നിസ്കാരത്തിലുള്ളതും പരിഗണിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ അതിൽ നിന്ന് ഈ അർത്ഥത്തെ തർജീഹ് ചെയ്യുകയാണ്, ബാക്കിയെ ഇബ്താല് ചെയ്യല്ല, ബാത്തിലാക്കല്ല. ബാക്കി എല്ലാ അർത്ഥങ്ങളും അവിടെ ഉദ്ദേശിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഖുനൂത്ത് എന്ന പദത്തിന് ഒരു ശർഈയായ മാനയുണ്ട്. അൽ കലാമു യുഹ്മലു അലാ ഉർഫി ഖായിലിഹി എന്നതാണല്ലോ ഉസൂലിയായ ഖായിദ. ഏതൊരു കലാമിനെയും ആ കലാമിന്റെ മുതകല്ലിമിന്റെ ഇസ്തിലാഹ് ഉർഫിന്റെ മേലിലാണ് ചുമത്തേണ്ടത്. ശറയിൽ ശാരിന്റെ കലാമാകുമ്പോൾ അതിന് പ്രത്യേകമായ ശർഈയായ മാനയുണ്ടെങ്കിൽ ഒന്നാമതായി ഫകലാമു ശാരി യുഹ്മലു അലാ ഉർഫിഹി, ശാരിന്റെ കലാമിനെ ശർഈയായ മാനയുടെ മേലാണ് ചുമത്തേണ്ടത്. ശർഈയായ മാന ഹഖീഖത്തായി അവിടെ ഉദ്ദേശിക്കൽ അസാധ്യമായാൽ എന്ത് ചെയ്യണമെന്നാണ് പിന്നെ ഉസൂലിലെ ചർച്ച. അതിന്റെ അടിസ്ഥാനത്തിൽ ഖുനൂത്ത് എന്ന പദത്തിന് ഒരു ശർഈയായ അർത്ഥമുണ്ട്, എല്ലാവർക്കും അറിയാം. ഇതാണ് ആ അർത്ഥം. ആ ഖുനൂത്ത് അല്ലാഹുമ്മ ഹ്ദിനി പോലുള്ള ആ ഖുനൂത്ത്, ആ പ്രത്യേക സമയത്തുള്ള പ്രത്യേക ദുആ, നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിലുള്ള ആ പ്രത്യേകമായ ദുആയാണ് ഖുനൂത്തിന്റെ ശർഈയായ മാന. വേറൊരുപാട് മാനകൾ ഭാഷാപരമായി ഉണ്ട്, അതെല്ലാം അവിടെ ഉദ്ദേശിക്കാൻ പറ്റുമെന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതോടൊപ്പം ഈ മാന റാജിഹായത് ഈ ഉസൂലിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കാര്യം ഇമാം ഖുർത്തുബി തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജലാലിനി ഓതുമ്പോ തഫ്സീറുൽ ഖുർത്തുബി കാര്യമായി അവലംബിക്കേണ്ട ഒന്നാണ്. അതുപോലെ തഫ്സീറുൽ ബൈളാവി, പലപ്പോഴും ഇമാം ബൈളാവി രണ്ടാമതായി പറഞ്ഞിട്ടുള്ള ഖൗലായിരിക്കും ജലാലിനി പറഞ്ഞിട്ടുണ്ടാവുക. ആ ഖൗലും അതിൻ്റെ വിശദീകരണവും തഫ്സീറുൽ ബൈളാവിയും അതിൻ്റെ ഹവാസിയും നോക്കുമ്പോഴാണ് ബോധ്യപ്പെടുക. അങ്ങനെ വിശാലമായി നമ്മൾ തഫ്സീറിൻ്റെ കിതാബുകൾ, വിവിധ തഫ്സീറിൻ്റെ കിതാബുകൾ വിവിധ രൂപത്തിലാണ്, എല്ലാം വായിക്കണം. എന്നാൽ തഫ്സീറുർ റാസി വളരെ പ്രധാനപ്പെട്ട തഫ്സീറാണ്, പറയേണ്ടതില്ല. എല്ലാ തഫ്സീറുകളും നോക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.